ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈമൺ ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ്. സോ മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ കൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് വരുന്നത്. മക്കളെ, വേറൊന്നുമല്ല, ക്രിസ്മസ് എക്സാം വരാനായിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു പഠനം നമുക്ക് ആവശ്യമാണ്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ, ക്രിസ്മസ് എക്സാമിന് നന്നായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്കിനി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള നമ്മുടെ ഫൈനൽ എക്സാമിനകത്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് എന്തായിരിക്കും, പ്രയാസമായിരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയുന്നതാണ്, കഴിഞ്ഞ വർഷം 2.5 ലക്ഷം കുട്ടികളാണ് 8ാം ക്ലാസ്സിനകത്ത് ചെയ്യുന്നത് തോറ്റിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അറിയാം, 7ാം ക്ലാസ്സിൽ നിന്ന് ഹൈസ്കൂളിലേക്ക് ആദ്യമായി വന്ന മക്കളാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു ഹൈസ്കൂൾ ലെവലിൽ ആദ്യത്തെ ഒരു എക്സാമാണ് നിങ്ങൾ ഈ ഒരു വർഷം എഴുതാൻ പോകുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത്. ഓണം എക്സാം കഴിഞ്ഞു, അതിനുശേഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് ഇത്, ഈ പറയുന്ന ക്രിസ്മസ് എക്സാം. ഓണം എക്സാമിന് കുറേ മാസങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയൊന്നും മാസം നമുക്ക് എന്ത് കിട്ടില്ല, ഈ ക്രിസ്മസ് എക്സാമിന് കിട്ടിയിട്ടില്ല. അത് കുറച്ച് മാസം എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ മക്കളെ, കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം തന്നെ എന്ത് ചെയ്യണം, ആവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ നമ്മൾ നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ 8ാമത്തെ ചാപ്റ്റർ നിങ്ങൾ നോക്കുക. 8ാമത്തെ ചാപ്റ്ററിന്റെ പേര് നോക്ക്, നാഷണൽ മൂവ്മെന്റ് ആൻഡ് കേരള, ദേശീയ പ്രസ്ഥാനവും കേരളവും. മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ. അതുകൊണ്ട് ഉറപ്പിച്ചോ, ഇതിനകത്ത് വലിയ തരത്തിലേക്കുള്ള ചോദ്യങ്ങൾ, ഒരു എസ്സേ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിനകത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി മക്കൾ ശ്രദ്ധിക്കണം, ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്. അതിനകത്ത് ഏറ്റവും നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് മക്കളെ, അതായത് പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുണ്ട്. സ്ട്രഗിൾസ് ഫോർ സിവിൽ ലിബേർട്ടി എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് മക്കളെ. ആ ഭാഗത്ത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഒന്ന് അപ്പർ ക്ലോത്ത് അജിറ്റേഷനെ കുറിച്ച്, മേൽമുണ്ട് സമരത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം, അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിനെ കുറിച്ച്, അതുപോലെ തന്നെ പാലിയം സത്യാഗ്രഹത്തിനെ കുറിച്ച്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ പറയുന്ന 4 പ്രധാനപ്പെട്ട മൂവ്മെന്റുകളെ കുറിച്ച് അല്ലെങ്കിൽ പോരാട്ടങ്ങളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത്. ഉറപ്പാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരും. ഏറ്റവും സാധ്യത ഇതിനകത്ത് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് 2 എണ്ണത്തിനാണ്. അതിലൊന്ന് വൈക്കം സത്യാഗ്രഹം വരും. അതേപോലെ തന്നെ സാധ്യതയുള്ളതാണ് ഇത് ഗുരുവായൂർ സത്യാഗ്രഹവും. വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും വളരെ പ്രധാനപ്പെട്ടതാണ്. 2 എണ്ണവും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. ബാക്കിയുള്ളത് പഠിക്കണ്ട എന്നല്ല പറയുന്നത്, ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് എന്ത് ചെയ്യാവൂ, പോകാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഈ ഭാഗത്തു നിന്നൊക്കെ വരുന്ന കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, ചർച്ച ചെയ്യാണ്. ഈ ഒരു ഭാഗം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പഠിക്കാൻ പോവുകയാണ്. സോ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം എന്താണ് അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ, മേൽമുണ്ട് സമരം എന്താണ്. മക്കളെ, മേൽമുണ്ട് സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും, ട്രാവൻകൂർ അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ടുള്ള ഏറ്റവും താഴ്ന്ന വിഭാഗക്കാരായിട്ടുള്ള ചാന്നാർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ, സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശമില്ലായിരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കേരളത്തിനകത്ത് സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അല്ലേ? അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം, അത് ഓർത്തു വെച്ചോളണം. എവിടെയാണ് അത് നടന്നത്, അല്ലേ? നടന്ന സ്ഥലമൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ ഓർത്തു വെച്ചോളാം. അത് പ്രധാനമായിട്ട് ട്രാവൻകൂറിനകത്താണ് എന്ത് ചെയ്യുന്നത്, നടന്നത് കേട്ടോ. തിരുവിതാംകൂറിലാണ് എന്ത് ചെയ്യുന്നത്, അത് നടന്നത്. അപ്പൊ ചാന്നാർ വുമനാണ്. ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത്, സൗത്ത് ട്രാവൻകൂർ അല്ലെങ്കിൽ ഈ പറഞ്ഞ തെക്കൻ ട്രാവൻകൂറിലാണ് എന്ത് ചെയ്യുന്നത്, നടന്നത്. ഇനി ശ്രദ്ധിക്കണം, ഇതിനകത്ത് പ്രധാനമായിട്ടും അതിനെ തുടർന്ന് പിന്നീട് ഒരുപാട് സമരങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ചാന്നാർ സ്ത്രീകളൊക്കെ നേതൃത്വത്തിൽ ഒരുപാട് സമരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്ന 1859, ശ്രദ്ധിക്കുക, വർഷം ഒന്ന് ശ്രദ്ധിക്കണം, 1859 1859 ഇതേപോലെ തന്നെ ജൂലൈ 26 എന്ത് ചെയ്യുന്നത്, അവർക്ക് ഇതേപോലെ തന്നെയുള്ള ആ നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒഴിവാക്കുകയും സ്ത്രീകൾക്ക് അപ്പർ ക്ലോത്ത് ധരിക്കാനുള്ള റൈറ്റ് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. അപ്പോൾ അതായിരുന്നു അന്നത്തെ ഒരു സിറ്റുവേഷൻ. ഇനി മക്കൾ ശ്രദ്ധിക്കുക, ഇതിനെ തുടർന്ന് ഒരുപാട് പ്രധാനപ്പെട്ട ആളുകളുടെ എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അന്ന് ക്രൈസ്തവ മിഷണറിമാരായിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ അവരുടെയൊക്കെ പിന്തുണ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു സമരത്തിനുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഈ കലാപത്തിന് തിരുവിതാംകൂറിലുള്ള പല ഭാഗത്തുള്ള ആൾക്കാർ എന്ത് ചെയ്തിരുന്നു, ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിരുന്നു, ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കരമായിട്ടുള്ള ഇന്ത്യൻ കേരള ഹിസ്റ്ററിയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ചാന്നാർ റിവോൾട്ട് എന്ന് പറയുന്നത്. ആകെ കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇതിനകത്ത് വരുന്നുള്ളൂ. റൂളേഴ്സും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനില്ല, പഠിക്കാനില്ല. ലീഡേഴ്സിനെ കുറിച്ചൊന്നും നമുക്ക് കൂടുതലായിട്ടൊന്നും എന്ത് ചെയ്യാനില്ല, ഇതിന്റെ പഠിക്കാനില്ല. എന്നാൽ മക്കൾ ശ്രദ്ധിക്കണം, ഇത് കഴിഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട മൂവ്മെന്റ് ആണ് ഇത്, ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം. ഈ വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും എങ്ങനെയാണ് എക്സാമിന് ചോദിക്കുക എന്ന് പറഞ്ഞാൽ, ഈ രീതിയിലേക്കുള്ള ഒരു ചോദ്യമാണ് വരിക. മക്കളെ, ഉറപ്പിച്ചു വെച്ചോ, ഒരു എസ്സേ ആയിട്ടൊക്കെ ചോദിക്കുക. അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു എസ്സേ ആയിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു എസ്സേ കേട്ടോ, ഒരു എസ്സേ ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു എസ്സേ ആയിട്ടൊക്കെ ഇത് വരാനുള്ള സാധ്യത. കാരണം അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോ.
ഇവാലുവേറ്റ് ദ വൈക്കം സത്യാഗ്രഹ ആൻഡ് ഗുരുവായൂർ സത്യാഗ്രഹ ആസ് ദ മൈൽ സ്റ്റോൺ ഇൻ ദ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇൻ കേരള. അങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ചോദ്യം നോക്ക്. കേരളത്തിലെ ജാതി വിവേചനത്തിനെതിരായ പോരാട്ടത്തിലെ ഒരു നായികക്കല്ലായി വൈക്കം സത്യാഗ്രഹത്തെയും ഗുരുവായൂർ സത്യാഗ്രഹത്തെയും വിലയിരുത്തുക എന്ന രീതിയിലേക്ക് ഒരു ചോദ്യം എന്ത് ചെയ്യാം വരാം. അപ്പൊ നമ്മൾ ഈ വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. അതിനകത്ത് ഹിന്റുകൾ കൊടുത്തിട്ടുണ്ട്, കോസസ് ഉണ്ട്, മേജർ ഇവന്റുകൾ ഉണ്ട്, അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സൂചനകളുണ്ട്, അതുപോലെ സൂചനകളായിട്ട് കാരണങ്ങളുണ്ട്, പ്രധാന സംഭവങ്ങളുണ്ട്, അതിന്റെ ഒരു പ്രാധാന്യം നമ്മൾ എന്ത് ചെയ്യണം, പറയണം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആദ്യം തന്നെ വൈക്കം സത്യാഗ്രഹം. മക്കളെ, വൈക്കം സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടാണ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. അതായത് വൈക്കം എന്ന് പറയുന്ന ക്ഷേത്രം കോട്ടയം ജില്ലയ്ക്കകത്തുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ് ഇത്, വൈക്കം ക്ഷേത്രം. നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഈ സ്ക്രീനിനകത്ത് കാണുന്നതാണ് ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനോട് ചേർന്നിട്ട് ചുറ്റും, അതായത് 4 ഭാഗത്തും, അതായത് ഒരു 3 ഭാഗത്തും, ഞാൻ അവിടെ പോയതുകൊണ്ട് എനിക്കറിയാം, ആ ക്ഷേത്രത്തിന്റെ ഒരു 3 ഭാഗത്തും ഇതുപോലെ തന്നെ റോഡാണ്. ഈ ചുമരിനോട് ചേർന്നിട്ട്, ഈ മതിലിനോട് ചേർന്നിട്ട് എന്താണ്, റോഡ് ആണുള്ളത്. അപ്പൊ ആ റോഡിലൂടെ നടക്കാനുള്ള അവകാശം വന്ന് ഇതുപോലെ തന്നെ ബ്രാഹ്മിൺസ് അല്ലാതെ വേറൊരു ജാതിക്കാർക്കും ആ റോഡിലൂടെ നടക്കാനുള്ള അവകാശമില്ലായിരുന്നു. അപ്പൊ ആ നടക്കാൻ വേണ്ടി, ആ അമ്പലത്തിന്റെ തൊട്ടടുത്തൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സമരം ആരംഭിച്ചത് കേട്ടോ. അപ്പൊ നോക്ക്, സ്ട്രഗിൾ ഫോർ ദ ഫ്രീഡം ഫോർ ട്രാവലിംഗ്, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതുപോലെ തന്നെ ആ സമരം എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി മക്കൾ ശ്രദ്ധിക്കുക. അങ്ങനെ ആ സത്യാഗ്രഹം ഇതേപോലെ തന്നെ 1924 ഇതുപോലെ തന്നെ മാർച്ച് 13 എന്ത് ചെയ്യുന്നത്, സത്യാഗ്രഹമായിട്ട് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, കേരളത്തിനകത്തുള്ള ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യാണ്, ഇതുപോലെ തന്നെ സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാണ്, അതിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. ഇനി നിങ്ങൾ നോക്ക്, അല്ലെ പ്രധാനപ്പെട്ടുള്ള ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. ടി.കെ. മാധവൻ ഉണ്ട്, അതേപോലെ തന്നെ മക്കൾ ശ്രദ്ധിക്കണം, കെ. കേളപ്പൻ, അല്ലേ നമ്മുടെ കേരള ഗാന്ധി എന്നൊക്കെ പറയുന്ന കെ. കേളപ്പനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ KP. കേശവ മേനോൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ 3 ആൾക്കാരാണ് ഇത് പ്രധാനപ്പെട്ടുള്ള ഇതിന്റെ ലീഡേഴ്സ് കേട്ടോ. ടി.കെ. മാധവൻ, കെ. കേളപ്പൻ, അതുപോലെ തന്നെ KP. കേശവ മേനോൻ, ഇങ്ങനെ പ്രധാനപ്പെട്ട 3 ആൾക്കാർ അതിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇവർ മാത്രമാണോ ഉള്ളത്? അല്ല, ഒരിക്കലല്ല. ഇവരെ കൂടാതെയും ഇതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കാലഘട്ടത്തിനകത്ത് നമ്മുടെ ഗാന്ധിജിയൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, സന്ദർശിക്കുന്നുണ്ട്. മക്കൾ മനസ്സിലാക്കുക, ആകെ 5 തവണ മാത്രമാണ് ഗാന്ധിജി കേരളത്തിനകത്ത് വന്നിട്ടുള്ളത്. അതിലൊരു തവണ ഇതേപോലെ തന്നെ എന്താണ്, വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, വന്നിട്ടുള്ളത്. ഗാന്ധിജി മാത്രമല്ല, അന്ന് ഇന്ത്യക്കകത്ത് ഫേമസ് ആയിട്ടുണ്ടായിരുന്ന, പ്രത്യേകിച്ച് തമിഴ്നാട്ടിനകത്ത് ഉണ്ടായിരുന്ന EV രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോമർ ഒക്കെ തന്നെ എന്തിട്ടുണ്ട്, ഈ സമയത്ത് ഇവിടെയൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഇതേപോലെ തന്നെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടും ഈ പറയുന്ന നവംബർ 1925 നവംബർ 23 ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും ഇതേപോലെ തന്നെ എന്താണ്, ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെ സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ ഒക്കെ ഈ പറയുന്ന മധ്യസ്ഥതയിൽ ഈ പറയുന്ന സമരം എന്താണ്, കുറെ നീണ്ടുപോയ സമയത്ത് അദ്ദേഹത്തിന്റെ ഈ മധ്യസ്ഥതയിൽ ഇതുപോലെ തന്നെ സമരം എന്ത് ചെയ്യാണ്, അവസാനിപ്പിച്ചു. പിന്നെ ഈ പറയുന്ന ആളുകൾക്ക് എന്താണ്, ഈ കാലഘട്ടത്തിനകത്ത് ഈ പറയുന്ന സഞ്ചാര സാധനത്തിനുള്ള അവകാശം കിട്ടുകയാണ്. അപ്പൊ അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. ഇനി മക്കൾ ശ്രദ്ധിക്കണം, അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വൺ വരുന്നതാണ് ഈ പറഞ്ഞ ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പം വൈക്കം സത്യാഗ്രഹത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിനകത്ത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം. ഈ വൈക്കം സത്യാഗ്രഹം ഈ അമ്പലത്തിന്റെ അടുത്തുകൂടെ നടക്കാനുള്ള ഒരു അവകാശമാണെങ്കിൽ, ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ, ടെമ്പിൾ എൻട്രിക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ത് ചെയ്തത്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാം ഗുരുവായൂർ ക്ഷേത്രം എവിടെയാന്നൊക്കെ ഉള്ളതൊക്കെ എന്ത് ചെയ്യാം, അറിയാം. അപ്പൊ നോക്ക്, ഗുരുവായൂർ സത്യാഗ്രഹം മെയിനായിട്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ഹിന്ദുസ് ബി അലൗഡ് ടു എൻ്റർ ദ ഗുരുവായൂർ ടെമ്പിൾ കേട്ടോ. എല്ലാ വിഭാഗം ഹിന്ദുക്കളെയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഇത് നടത്തിയത്. അപ്പൊ ശ്രദ്ധിക്കണം, അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു ഗുരുവായൂരിനകത്ത് ഉണ്ടായിരുന്ന സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, ഈ ബ്രാഹ്മിൺസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം എന്ത് ചെയ്യാം, കയറാൻ പറ്റും, ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കയറാൻ പറ്റില്ല. അതായിരുന്നു ഗുരുവായൂർ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ. ഇനി ശ്രദ്ധിക്കണം, ഈ ഒരു പ്രധാനപ്പെട്ട സമരത്തിനകത്തും സത്യാഗ്രഹം തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സത്യാഗ്രഹത്തിനകത്ത് 1931 നവംബർ 1 കെ. കേളപ്പന്റെയും മന്നത്ത് പത്മനാഭന്റെയും നേതൃത്വത്തിൽ എന്ത് ചെയ്യാണ്, ഒരു കമ്മിറ്റി ആരംഭിക്കുകയാണ്. അങ്ങനെ അവരാണ് എന്ത് ചെയ്യുന്നത്, സത്യാഗ്രഹം തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ആലോചിച്ചോളാം, ആരൊക്കെയാണ് ലീഡേഴ്സ് ആയിട്ടുള്ളത്. ഈ പറഞ്ഞ കെ. കേളപ്പൻ പ്രധാനപ്പെട്ട ലീഡറാണ്. അതുപോലെ മന്നത്ത് പത്മനാഭൻ, അവരൊക്കെയാണ് ഈ പറഞ്ഞ 1931, ശ്രദ്ധിച്ചോണം, വർഷം ശ്രദ്ധിച്ചോണം, 1931. ഇതേപോലെ തന്നെ നവംബർ 1 എന്ത് ചെയ്യാണ്, അവർ സ്റ്റാർട്ട് ചെയ്യാണ്, ഈ അവരുടെ സത്യാഗ്രഹം എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. മക്കൾ ശ്രദ്ധിക്കുക, പ്രധാനമായിട്ടും ഈ പറഞ്ഞ NSS എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോം മൂവ്മെന്റ്, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ആളാണല്ലോ ആര്, മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത്. അദ്ദേഹമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. ഇനി മക്കൾ ശ്രദ്ധിക്കുക, ആ സമയത്ത് ഈ ഒരു പ്രധാനപ്പെട്ട സമരത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആയിട്ട് പ്രവർത്തിച്ചിരുന്നത് മക്കളെ പ്രധാനമായിട്ടുള്ളത് AK ഗോപാലനാണ്. AK ഗോപാലൻ, ശ്രദ്ധിക്കുക, ആരാണ്, AK ഗോപാലൻ. AK ഗോപാലനെ നമ്മൾ ഇതുപോലെ തന്നെ AKG എന്നൊക്കെ വിളിക്കും. AK ഗോപാലനാണ് AKG. AKG കൂടാതെ തന്നെ P. കൃഷ്ണ
കൃഷ്ണപിള്ള എന്ന് പറയുന്ന മറ്റൊരു നേതാവ് കൂടി എന്ത് ചെയ്തിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ AKGയും അതേപോലെ തന്നെ ആരാണ് P കൃഷ്ണപിള്ളയും, ഇവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം ഈ പറഞ്ഞ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് മാരകമായിട്ട് ഇതേപോലെ തന്നെ എന്താണ് പരിക്കേൽക്കേണ്ട അല്ലെങ്കിൽ അടി കിട്ടിയിട്ടുള്ള ആൾക്കാർ ആരാണ്? ഇവരാണ്. ആ കാലഘട്ടത്തിനകത്ത് ഈ പറയുന്ന ക്രൂരമായിട്ട് ഇവരെന്ത് ചെയ്യാണ്, ഇതുപോലെ തന്നെ ഇവരെ മർദ്ദിക്കാണ്. ആരൊക്കെ? ഈ പറയുന്ന പ്രധാനപ്പെട്ട വളണ്ടിയേഴ്സ് ആയിട്ടുള്ള AK ഗോപാലിനെയും P കൃഷ്ണപിള്ള കേട്ടോ. അപ്പൊ അന്ന് ഉയർന്ന ജാതിക്കാർ ഈ രണ്ടാൾക്കാരെയും ക്രൂരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മർദ്ദിക്കുന്നുണ്ട്. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ അടി കിട്ടിയിട്ടുള്ള നന്നായിട്ട് മർദ്ദനമേറ്റിട്ടുള്ള പ്രധാനപ്പെട്ട ആൾക്കാരാണ് ആര്? AKGയും അതുപോലെ തന്നെ ആരാണ്? നമ്മുടെ P കൃഷ്ണപിള്ളയും. ഇനി ശ്രദ്ധിക്കുക, ഇതേപോലെ തന്നെ മക്കൾ ശ്രദ്ധിക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ K കേളപ്പന്റെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഒരുപാട് ആൾക്കാർ ഇതുപോലെ തന്നെ അദ്ദേഹം ഇതുപോലെ തന്നെ സമരം തുടരുകയും മരണം വരെ എന്താണ് ഇതുപോലെ തന്നെ അദ്ദേഹം ഉപവാസം ആരംഭിക്കുകയും തുടർന്ന് ഇതുപോലെ തന്നെ ഒടുവിൽ ഗാന്ധിജിയുടെ ഒക്കെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യാണ്, ഇദ്ദേഹം ഈ ഉപവാസം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, K കേളപ്പൻ എന്ന് പറഞ്ഞാൽ കേരള ഗാന്ധിയാണ്. അതായത് ഗാന്ധിയുടെ ആശയങ്ങളൊക്കെ തന്നെ ഇതുപോലെ തന്നെ എന്താണ് പിന്തുടരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ ഈ ഗാന്ധിജിയുടെ ഒക്കെ തന്നെ റെക്കമെൻഡേഷന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു അഡ്വൈസിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന സത്യാഗ്രഹം എന്ത് ചെയ്യുന്നത്, അവസാനം ഇദ്ദേഹം നിർത്തുന്നത് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടോ. അങ്ങനെയാണ് ഇത് പോകുന്നത്. ഇനി മക്കൾ ശ്രദ്ധിക്കുക, അങ്ങനെ ഈ സമരം മുന്നോട്ട് പോകുന്നു. അങ്ങനെ അവസാനം ഈ സമരത്തിന്റെ വിജയം എന്നുള്ള നിലയ്ക്ക് ഇതുപോലെ തന്നെ ഗുരുവായൂരിനകത്ത് എല്ലാ ഹിന്ദുസിനും കയറാനുള്ള അധികാരം എന്ത് ചെയ്യാണ്, കിട്ടുകയാണ് എന്ത് ചെയ്തത്, ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് മക്കൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പ്രധാനപ്പെട്ട തിരുവിതാംകൂറിലെ അന്നത്തെ ഭരണാധിയായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അദ്ദേഹം പ്രധാനമായിട്ട് പുറപ്പെടുവിച്ച ഒരു ഇന്നുണ്ടായിരുന്നു, അതാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത് കേട്ടോ. 1936 ക്ഷേത്രപ്രവേശന വിളംബരം അല്ലെങ്കിൽ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ എന്ന് പറയുന്ന സംഭവം കേട്ടോ. ഓർത്ത് വെച്ചോളണം, പ്രധാനപ്പെട്ട ഒന്നാണ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ കേട്ടോ. അത് ശ്രദ്ധിച്ചോളണം. 1936 അങ്ങനെ അതിലൂടെയാണ് എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും ഇതുപോലെ തന്നെ എന്താണ് തിരുവിതാംകൂറിലുള്ള ക്ഷേത്രങ്ങൾ എന്ത് ചെയ്യുന്നത്, തുറന്നു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ആധുനിക കാലത്തെ ഒരു മഹാ അത്ഭുതം എന്നൊക്കെയാണ് ഇതിനെ ഗാന്ധിജി എന്ത് ചെയ്യുന്നത് വിശേഷിപ്പിച്ചത്. മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് എന്നൊക്കെയാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിച്ചത്. അപ്പൊ ഇത്രയുമാണ് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്, മനസ്സിലാക്കി വെക്കുക. അപ്പൊ മക്കളെ ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞല്ലോ ഈ നമ്മൾ പോന്നിരുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മൾ പോകുന്നത്, അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹവും ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനമായിട്ടുള്ള വൈക്കം സത്യാഗ്രഹത്തിനെ കുറിച്ചും ഗുരുവായൂർ സത്യാഗ്രഹത്തിനെ കുറിച്ചുമാണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പൊ അതിനെ കുറിച്ച് ഏറ്റവും ബേസിക് ആയിട്ട് അതിന്റെ കോസസ്, അതുപോലെ മേജർ ഇവന്റുകൾ, അതുപോലെ തന്നെ അതിന്റെ സിഗ്നിഫിക്കൻസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിച്ചിച്ചോളണം. അപ്പൊ ആദ്യം നമ്മൾ വൈക്കത്തിനെ കുറിച്ച് എന്ത് ചെയ്തു, നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് വൈക്കം എന്താണ്, തുടങ്ങാനുള്ള കാരണം എന്താണ്, പ്രധാനപ്പെട്ട ലീഡേഴ്സ് എന്താണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു, അതുപോലെ തന്നെ അതിന്റെ ലീഡേഴ്സ് എന്താണ്, അതുപോലെ തന്നെ അതിനെ കൊണ്ട് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ് എന്താണ്, അതും നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞു. ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചോ, പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഏത്, ഈ സ്ട്രഗിൾ ഫോർ സിവിൽ ലിബർട്ടി അല്ലെങ്കിൽ പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ എന്ന് പറയുന്ന ഭാഗം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും. മസ്റ്റാണ്, അത് പഠിച്ചിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, എക്സാമിന് നിങ്ങൾ പോകാൻ പാടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ മക്കളെ ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇനിയും കുറെ ചോദ്യങ്ങളുണ്ട്. കാരണം ഒരുപാട് ചോദ്യങ്ങൾ വരാനുള്ള ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഈ ചാപ്റ്റർ. സോ ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആക്കി തരുന്ന പ്രധാനപ്പെട്ട സൈലത്തിന്റെ ആപ്പ് എന്ന് പറയുന്നതാണ് സൈലത്തിന്റെ യോദ്ധ ബാച്ച്. അപ്പോൾ യോദ്ധ ബാച്ചിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ വളരെ ഷോർട്ടായിട്ട് ഓരോ കൺസെപ്റ്റുകളും മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാനുള്ള ഒരു അവസരമാണ്. കാരണം മക്കൾക്കറിയാലോ, നിങ്ങൾ സ്കൂളിനകത്ത് ഈ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടൊന്നും ക്ലാസ്സുകളൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയത് വളരെ കുറവാണ്. കാരണം ആർട്സ്, സ്പോർട്സ്, ഇങ്ങനെ എല്ലാ മേഖലകളും ഒക്കെ തന്നെ വന്ന സമയത്ത് ക്ലാസ്സുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾക്കറിയാം 10ാം ക്ലാസ്സിനൊക്കെ കുറച്ച് പരിഗണന കിട്ടിയതല്ലാതെ 8ാം ക്ലാസ്സിലൊക്കെ പലപ്പോഴും പല കുട്ടികൾക്കും ക്ലാസ് കിട്ടിയിട്ടില്ല എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പരാതി പറയുന്നുണ്ട്. പല ക്ലാസ്സുകളും വിചാരിച്ചതുപോലെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മക്കളോടാണ് ഞാൻ പറയുന്നത്, കാരണം നിങ്ങൾ സീരിയസ് ആവണം. കാരണം 8ാം ക്ലാസ്സിനകത്ത് തോൽവിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുത്തിയിരുന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ പഠിക്കണം. എന്നാൽ മാത്രമേ നല്ല റിസൾട്ടിലേക്ക് വരാൻ പറ്റൂ, 8ാം ക്ലാസ് പാസ്സാവാൻ പറ്റൂ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി മക്കൾക്ക് എന്തെങ്കിലും തരത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട്, ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അത് നിങ്ങൾ താഴത്ത് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കകത്ത് എന്ത് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏറ്റവും ഈസി ആക്കി തരാനുള്ള ടിപ്സുമായിട്ട് എന്ത് ചെയ്യാൻ വരാം. സോ ബൈ മക്കളെ, ജെ സാറാണ്. അടുത്ത ലൈവിൽ കാണാം നമുക്ക്. ബൈ.